കൊച്ചി കലൂർ സ്റ്റേഡിയം വിവാദത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി. സ്റ്റേഡിയത്തിന്റെ അധികാരം മറ്റാർക്കുമല്ലെന്നും അത് സർക്കാരിന്റെ കയ്യിൽ തന്നെയായിരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്റ്റേഡിയം നവീകരണത്തിന് സ്പോൺസർ 70 കോടി മുടക്കുമെന്ന് പറഞ്ഞത് അറിയില്ലെന്ന് GCDU ചെയർമാൻ പറഞ്ഞു. 70 കോടി എന്ന കണക്ക് ചോദ്യം ചെയ്ത് കരാറുകാരും രംഗത്തെത്തി. GCD ഓഫീസിലേക്ക് വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധം നടന്നു. അർജന്റീന ടീമിനെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിനെക്കുറിച്ചും സ്റ്റേഡിയം നവീകരണത്തെക്കുറിച്ചും അതിന്റെ അവകാശങ്ങളെക്കുറിച്ചുമുള്ള വിവാദങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവിടെ മാറേണ്ടതുണ്ട്. അതിന് സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്ത ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്താൻ വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ആ നടപടികൾ നടത്തുക എന്നല്ലാതെ സ്റ്റേഡിയം മുഴുവൻ അവർക്ക് വിട്ടുകൊടുക്കാൻ ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല. ഫിഫ ലെവലിൽ സ്റ്റേഡിയം നവീകരിച്ച് മാർച്ചിൽ കളി നടത്തുമെന്ന് കായികമന്ത്രി ആവർത്തിച്ചു പറയുന്നു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് 70 കോടിക്ക് മുകളിൽ ചെലവാകുമെന്ന് സ്പോൺസറും പലവട്ടം പറഞ്ഞു. ആ 70 കോടി രൂപ നഷ്ടം ഞാൻ സഹിച്ചു. 70 കോടി രൂപ സേവനമായിട്ട് നിങ്ങൾക്കാണെന്ന് 70 കോടി വലിയ ബഹളാക്കുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെന്നും വിചാരിച്ചിട്ട് തന്നെയാണ്. എന്നാൽ ഇതൊന്നും അറിഞ്ഞില്ലെന്നാണ് GCDA ചെയർമാന്റെ വാദം. സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട്. അത് രേഖാപരമാണ്. സ്പോൺസർക്ക് കൈമാറിയതാണ് ഇതിലെ വിവാദം. സ്പോൺസർക്ക് GCDA കൈമാറിയിട്ടില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. വിവാദങ്ങൾക്കിടെ GCD എക്സിക്യൂട്ടീവ് ജനറൽ കൗൺസിൽ യോഗങ്ങളും ചേർന്നു. സ്റ്റേഡിയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറിയതും തുടർ നീക്കങ്ങളും ചർച്ചയായി. വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് CPM നീക്കം. കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറുക. എന്തിനാണ് അങ്ങനെ കയറുന്നത്? അപ്പം മെസ്സി വരരുത്, ഈ പരിപാടി നടക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നല്ലേ ഇത് കാണിക്കുന്നത്. GCD ഓഫീസിലേക്ക് വിവിധ സംഘടനകളുടെ പ്രതിഷേധമുണ്ടായി. മീഡിയ 1 കൊച്ചി.